ഇന്ന് ഏതെങ്കിലും അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ മരിച്ചാൽ ആദ്യം ഒന്ന് കവടി വെച്ച് നോക്കും. ഓ, ആത്മാവ് പോയിട്ടില്ല. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ജ്യോത്സ്യരായി പറയുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ഓ, ഉടനെ ആത്മാവുണ്ടോ, ആത്മാവ് കൂടിയിരിക്കുന്നു, ആകെ പ്രശ്നം. ഉടനെ ഏതെങ്കിലും അടിതിരി, പട്ടതിരി, നമ്പൂതിരി വരുത്തുകയായി സുദർശന ഹോമം, തിലഹവനം, ആവാഹനം ആവാഹിച്ച് ഏതെങ്കിലും ഒരു ചെറിയ പ്രതിമയ്ക്കകത്തോട്ടാക്കും. എന്നിട്ട് അത് വർക്കലയിലോ എവിടെങ്കിലും കൊണ്ട് സമർപ്പിച്ചാൽ മാത്രമേ അമ്മുമ്മയ്ക്ക് അപ്പൂപ്പന് മോക്ഷം കിട്ടും. ഈ വിശ്വാസത്തിലേക്കാണ്, ഈ ബ്രാഹ്മണ്യ വിശ്വാസത്തിലേക്കാണ് ആളുകൾ ഈയാമ്പാറ്റയെ പോലെ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ രസകരമായൊരു സംഭവം പറയേണ്ടത്, ഇതുപോലൊരു തിലഹവനം ഒരിടത്ത് നടക്കുകയാണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ നാരായണ ഗുരുവിനോട് വന്ന് പറഞ്ഞു, സ്വാമി തന്നെ വന്ന് അതിനൊക്കെ ഒന്ന് നേതൃത്വം വഹിക്കണം, ഈ തിലഹവനത്തിന്. ഗുരു എന്ത് ചെയ്തു? ആദ്യം ചെയ്ത പരിപാടി തിലഹവനം മുടക്കുകയായി ചെയ്തു. നാരായണ ഗുരു എന്താണ് ചെയ്തത്? തിലഹവനം മുടക്കി. എന്തിനാണ് തിലഹവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അത് മോക്ഷം കിട്ടാനാണ്. തിലഹവനം ചെയ്താലേ മോക്ഷം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ വന്ന ഭക്തൻ പറഞ്ഞു, ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം ഉണ്ടല്ലോ, ഒരാൾ ജനിച്ചു, അയാൾക്ക് എന്ത് കിട്ടും? പുനർജന്മം ലഭിക്കും. അങ്ങനെ പുനർജന്മം ലഭിക്കുമ്പോൾ ഉത്തമമായ ജന്മം ലഭിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത എല്ലാവിധത്തിലുള്ള പാപകർമ്മങ്ങളും നശിച്ചു പോകണം. അങ്ങനെ എല്ലാവിധത്തിലുള്ള പാപകർമ്മങ്ങളും നശിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? ഈ തിലഹവനവും സായുജ്യ പൂജയൊക്കെ നടത്തിയാലേ പാപമെല്ലാം നശിച്ച് പുണ്യം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഗുരു വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. മരിച്ചാൽ ഉടൻ ജനിക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ജനിച്ചു കഴിഞ്ഞല്ലോ, ഇനി തിലഹവനത്തിൻ്റെ ആവശ്യം എന്താ? മരിച്ച ഒരാൾ ഉടൻ തന്നെ ജനിക്കുമെന്നാണ് ബ്രാഹ്മണ സാഹിത്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മരിച്ച ഒരാൾ ജനിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് തിലഹവനം? തിലഹവനം ഗുരു മുടക്കി എന്ന് മാത്രമല്ല, ആ തിലഹവനത്തിന് കൊണ്ടുവന്ന പൈസ കൊണ്ട് തൊട്ടടുത്തൊരു സ്കൂളിൽ കുട്ടികൾക്ക് അന്നദാനം നടത്തിയിട്ടാണ് ആ ഭക്തന്മാരെ ഗുരു അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ തിലഹവനത്തോടുള്ള ഭക്തി മാറിയിട്ടില്ല. തിലഹവനത്തോടുള്ള ഭക്തി ഇതുവരെ മാറിയിട്ടില്ല. നമ്മുടെ കാവുകളിലും കുളങ്ങളിലും നമ്മുടേതായ ആരാധനകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പോരാതെ വന്നിരിക്കുന്നു. ആർക്ക്? ബ്രാഹ്മണൻ തന്നെ വന്ന് പൂജ നടത്തണം. കാവിൽ ഒരു പ്രശ്നമൊക്കെ അഷ്ടമംഗല ദേവ പ്രശ്നം നടത്തുകയായി. ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം, നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞങ്ങ് പോയാലും നമ്മുടെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താലും നമ്മൾ എത്തിച്ചേരുന്ന ഈ സാംസ്കാരിക ചാണകക്കുഴിയിലേക്ക് ആയതുകൊണ്ടാണ് ഇതിവിടെ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാംസ്കാരിക ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാലേ രാഷ്ട്രീയ ജനാധിപത്യത്തിലേക്ക് നമുക്ക് കടന്നു കയറാൻ കഴിയത്തുള്ളൂ. അല്ല, ഇവിടുത്തെ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ സന്ധ്യയ്ക്ക് രാമരാമ ജപിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഭവിഷ്യത്ത് വളരെ ഭീകരമായിരിക്കും.